ഹായ്, അപ്പോൾ ഇന്ന് നമുക്കൊരു അടിപൊളി ക്രാഫ്റ്റ് എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ഇത് പകുതി എൻ്റെയും പകുതി പിൻട്രസ്റ്റിൻ്റെയും ഐഡിയ കമ്പൈൻ ചെയ്തെടുത്തൊരു സാധനമാണ്. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് കണ്ടിട്ട് പറയാം. അപ്പോൾ ഈ ക്രാഫ്റ്റ് ചെയ്യാനായിട്ട് 3 കാലിക്കുപ്പി എടുക്കുക, കാലി പെയിൻറ്റ് ബോട്ടിൽസ് എടുക്കുക, എന്നിട്ട് അതിന് നന്നായിട്ടൊന്ന് പെയിൻറ്റ് അടിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ യെല്ലോ കളർ അടിച്ചു കൊടുക്കണം. ഈ യെല്ലോ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമായിരിക്കും ഞാൻ എന്താണ് അതിനകത്ത് ചെയ്യാൻ വേണ്ടി പോകണമെന്ന്. അപ്പോൾ ഇനി നമ്മൾ ആ കാണിച്ച മാർക്കർ വെച്ചിട്ട് ആ 3 ബോട്ടിലും 3 ഇമോജീസ് വരെ സെറ്റാക്കുക. സിമ്പിളായിട്ടുള്ള 3 ഇമോജീസാണ് ഞാൻ വരച്ചെടുത്തിരിക്കുന്നത്. കാരണം എനിക്ക് ഇങ്ങനെയൊക്കെ വരയ്ക്കാനേ അറിയത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ കോംപ്ലിക്കേറ്റഡ് ആക്കി കുളമാക്കി ചളമാക്കാൻ വേണ്ടി പോയിട്ടില്ല. അപ്പോൾ ഇനി നമുക്ക് ഇതേപോലത്തെ ചകിരിയുടെ നൂല്, എൻ്റെ കയ്യിൽ അത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അത് ഇവിടെ ഇങ്ങനെ ചുറ്റി കൊടുക്കണേ. ഇതിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് നമ്മുടെ ചാക്കുന്നൂല. പക്ഷേ എനിക്കത് ഇവിടെയും കിട്ടിയില്ല ഗൈസ്. ഞാൻ ഇവിടെ നോക്കി, എൻ്റെ വീട്ടിൽ നോക്കി, അതേപോലെ അപ്പുറത്തെ വീട്ടിലും ഇപ്പുറത്തെ വീട്ടിലൊക്കെ ചോദിച്ചേക്കും. അപ്പോൾ അവിടെ സാധനമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉള്ളത് വെച്ചിട്ട് അടിപൊളിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബോട്ടിൽസ് അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞു ബേസ് വേണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ തെർമോക്കോൾ കട്ട് ചെയ്തിട്ട് പെയിൻറ്റ് അടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇത്ര ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുള്ളൂ. ഇതിൻ്റെ ബാക്കി ഞാൻ അടുത്ത വീഡിയോയിൽ ഇടാം. അപ്പോൾ ഇത്ര ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ കാണാം ഗൈസ്. ബൈ ബൈ.